ഹായ് സുഹൃത്തുക്കളെ, നമുക്ക് ചാര കളർ കോഴികളോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അപ്പോൾ എനിക്ക് ചാരയിൽ നെയ്ക്കിഡിനേക്കാണ് കൂടുതൽ താല്പര്യം. ഒരു ചാര കാപ്പിരീനെ കിട്ടിയപ്പോൾ ഞാൻ എടുത്തു. അതിൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ട്. അപ്പോൾ പുറത്ത് വാ, ചാടിക്കോ, പുറത്തേക്ക് ചാടിക്കോ. മടി ഇതാ ചാര കാപ്പിരി. നമ്മൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ഐറ്റത്തിനെ കിട്ടി. അവൾ തീറ്റ തേടി നടക്കുക. നമ്മളെ വീട്ടിൽ ആദ്യം ഒരു പക്ക വൈറ്റ് പക്ക വൈറ്റ് കാപ്പിരി ഉണ്ടായിരുന്നു. അതിനെ കൊടുത്തു. അന്ന് അതിൻ്റെ ഡിമാൻഡും കാര്യങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ അതെ ചാര കാപ്പിരീനെ കിട്ടി, ഹാപ്പിയാണ്. പിന്നെ ഇവൻ ഒരു ചാര പുള്ളി മുള്ളനാണ്. ചേവലും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് എടുത്ത വീട്ടിൽ ടർക്കി ഉണ്ട്. അപ്പോൾ ടർക്കിയായിട്ട് കൊത്തിയിട്ട് കണ്ണെന്തൊക്കെയോ പോലെ എന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ കൂട്ടിലിട്ട് വളർത്തിയതിൻ്റെ സ്ട്രെസ്സും പിന്നെ ആ ടർക്കികൾ കൊത്തുന്നതിൻ്റെ വിഷയമൊക്കെ ആയിട്ട് അവിടെ ഇച്ചിരി സീനായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ അത്യാവശ്യം തീറ്റ കൊടുത്തിട്ട് ഉഷാറാക്കാം എന്നാണ് വിചാരിക്കുന്നത്. ലെയർ മാഷ് മാത്രം കൊടുത്തിട്ടെ ഒന്ന് റെഡിയാക്കാം. അതിൻ്റെ എനിക്ക് കളറ് കൃത്യമായിട്ട് മനസ്സിലാവണില്ല. അങ്ങോട്ട് വന്നേ, നോക്കട്ടെ. വാ ആ, കാരണം ചാരേമ വേറെ കളറ് കയറിയതാണോ എന്നറിയില്ല. ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. കിട്ടി. ഒരു മിനിറ്റ്. ഇല്ല, ചാരാമ വേറെ കളറില്ല. ഞാനത് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പിന്നെ ഇനി കൊടുക്കണില്ല. ഇവനിവിടെ നമുക്ക് ശരിയാക്കാം. അപ്പോൾ ഇവനിവിടെ നിൽക്കട്ടെ. ഇവൻ്റെ കണ്ണ് ഇത് കുഴപ്പമില്ല. മറന്ന അപ്പുറത്തെ കണ്ണ് കാണിച്ചേ. ഇപ്പുറത്തെ കണ്ണിന് ചെറിയൊരു ഇഷ്യൂ. കാണിക്കടാ. ഉണ്ടോ, ചെറുതായിട്ടൊരു ഇതുപോലെ ഉണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, വേറെ വിഷയങ്ങളൊന്നുമില്ല. നമുക്ക് ചാര പുള്ളി കിട്ടിയിട്ടുണ്ട്. ചാരപ്പുള്ളി പൂവ് അപ്പോൾ ഇവിടെ കിടക്കട്ടെ. പിന്നെ നമ്മുടെ കയ്യിലുള്ള വൈറ്റ് പൂവനെ ഞാൻ കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ പിന്നെ ചെയ്യാം. ഇതൊരു അൺബോക്സിങ് വീഡിയോ കിട്ടുമെന്നേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് വെള്ളം റെഡിയാക്കി കൊടുക്കണം, തീറ്റ റെഡിയാക്കി കൊടുക്കണം. ഇത് 10 മാസം എന്നാണ് പറഞ്ഞത്. പിന്നെ മുട്ടയിടുന്നുണ്ട്. 4 മുട്ട ഇട്ടു എന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ ഇനി സ്ഥലം മാറിയതുകൊണ്ട് മുട്ട കിട്ടാനായിട്ട് പാടായിരിക്കും കുറച്ച് നാൾ. അടിയിൽ കാഷ്ടം കുറെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 2-3 ആഴ്ചയൊക്കെ കഴിഞ്ഞാൽ മുട്ട കിട്ടുമായിരിക്കും. എന്തായാലും ഇവർക്ക് തീറ്റിട്ട് കൊടുക്കട്ടെ ഞാൻ. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് പിന്നീട് അറിയിക്കാം. നമ്മുടെ ഒരു കാപ്പിരിക്കൂട്ടം വേറെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് തരാം. അതിൻ്റെ അപ്ഡേറ്റ് പിന്നീട് തരാം. ഓക്കെ.